റിലാക്സ് ഫോഴ്സ് എന്ന് പറഞ്ഞ ആ ഒരു കമ്പനിയുടെ ഐഡിയ എൻ്റെ ഉള്ളിൽ വന്നത് 2021 ഓക്കെ. 2021 മുതൽ ഇപ്പോൾ 25 ആയിട്ടുണ്ട്. ഇതുവരെ എനിക്ക് അതിൽ നിന്നൊരു ₹0 പോലും എനിക്ക് ഇൻകം ജനറേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, പക്ഷേ ഇപ്പൊ എന്റെ വീട്ടുകാർക്കൊക്കെ ആ ഒരു ടെൻഷൻ വന്നു തുടങ്ങി. ഓക്കെ, ഇവരെന്താണ് ഈ ചെയ്യണം കാടും മേടെല്ലാം പറഞ്ഞ്. പക്ഷേ റിലാക്സ് ഫോഴ്സും യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി കിങ്ഡം പ്രൊവൈഡ് ചെയ്യുന്ന ശുദ്ധമായ പ്രാണവായുവാണ്. ഓക്കെ, ശുദ്ധമായ പ്രാണവായു, അതോടൊപ്പം ശുദ്ധമായ ഭക്ഷണം. ഓക്കെ, പച്ചക്കറിയാണെങ്കിൽ ഫ്രൂട്ട്സ് ആണെങ്കിലും റോയൽ ഭോജൻ അതുപോലത്തെ ഫുഡ് സ്റ്റാളിലെല്ലാം കിട്ടുന്നത് പ്യുവർ 100% പ്യുവർ ആയിട്ടുള്ള ഫുഡ് ആയിരിക്കും. അതോടൊപ്പം കുടിക്കുന്നത് നിങ്ങളെല്ലാം ഇപ്പൊ കുടിക്കുന്നത് ക്ലോറിൻ ഫ്ലോറൈഡ് നിങ്ങളെ കൊല്ലാൻ വേണ്ടിയുള്ള ആ ഒരു വിഷവെള്ളം മാത്രമാണ്. ഓക്കെ, മൈക്രോ പ്ലാസ്റ്റിക് അടങ്ങിയ വെള്ളമാണ്. പക്ഷെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്ന ഭൂമിയുടെ അടിയിൽ ആ ഒരു ശുദ്ധമായ വെള്ളമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ലോകത്തെ ഏറ്റവും വലിയ പ്രൊഡക്റ്റ് ആണ് ഈ പറയുന്ന ഭക്ഷണം, വായു, വെള്ളം, ഇതെല്ലാമാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് എന്റെ ആ ഒരു മോനെ കുറിച്ച്. ഓക്കെ, റിലാക്സ് ഫോഴ്സ് എന്റെ ഒരു മോനെ പോലെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അവനെ കുറിച്ച് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ വീട്ടുകാർക്കാണെങ്കിലും അവർ നാട്ടുകാർക്കാണെങ്കിലും ഈ പറയുന്ന സൊസൈറ്റിക്കാണെങ്കിലും എല്ലാം ഒരു കുട്ടി വളർന്നു വരുമ്പോൾ അവനൊരു പണിക്കാരനാവണം, ജോലിക്കാരനാവണം. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് നമുക്കൊരു സ്ലോഗൻ ഉണ്ട്, അതായത് പഠിക്ക് ജോലി മേടിക്കണ്ടേ. ആ ഒരു തിയറത്തിൽ കൂടി കടന്നു വന്നുകൊണ്ടാണ് ഇപ്പോൾ കാണുന്ന എല്ലാവിധ അൺഎംപ്ലോയ്മെന്റ്. ഓക്കെ, എല്ലാവരും 20 ലക്ഷം 50 ലക്ഷം ഒക്കെ കൊടുത്ത് പുറത്തു പോയിട്ട് പാത്രം കഴുകുന്നു. അതോടൊപ്പം ഇവിടെയുള്ളവർക്ക് 15,000 20,000 സാലറി കിട്ടുന്നു. ഇതൊന്നും ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. കാരണം ഇവിടുത്തെ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ വെറും നൂൽപ്പാവുകളാണ്. ഒരു ആണ്, അവരൊരു പെണ്ണ്, ഇവരുടെ എല്ലാവരുടെയും നശിക്കാനുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ഒരു ആൺകുട്ടിക്ക് ആ ഒരു ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ ഉണ്ടാവുന്ന സമയത്ത്, അതായത് റിലാക്സ് ഫോഴ്സ് ചെയ്തിരിക്കുന്ന ഈ ഒരു റിസർച്ച്, അതായത് ഈ പറയുന്ന ശരീരം എന്താണെന്ന് ഞങ്ങൾ പഠിച്ചു. പിന്നെ മെഡിക്കലിലേക്ക് അതൊന്ന് ബ്ലെൻഡ് ചെയ്തു. അതായത് നമ്മുടെ ഹാർട്ട്, നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷൻ, നമ്മുടെ ആൽഫ വേവ്സ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്, സെൻട്രൽ നെർവസ് സിസ്റ്റം, ഇതെല്ലാം ലിങ്ക് ചെയ്തിരിക്കുന്ന നേച്ചറിനായിട്ട് ബ്ലെൻഡ് ചെയ്തു. അങ്ങനെ ഒരു കംപ്ലീറ്റ് സ്റ്റഡിയാണ് നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം വേദങ്ങളും യോഗ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ബ്ലെൻഡ് ചെയ്തു. ഇന്റേണൽ ഓർഗൻസിന്റെ കാര്യങ്ങളെല്ലാം ബ്ലെൻഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോൾ നമ്മുടെ ഗവൺമെന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നല്ലേ, സിഗരറ്റ് എല്ലാം അൺലിമിറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സിനിമാ നടന്മാരൊക്കെയാണ് നമുക്ക് ഇത് വലിച്ചു കാണിച്ചിരുന്നത്. ഓക്കെ, അവര് ഡമ്മിയായിട്ട് വലിക്കുന്നു, ഇവിടുത്തെ യഥാർത്ഥ പാവം പിള്ളേർ അത് ഒറിജിനലായിട്ട് വലിക്കുന്നു. കാരണം ഞാൻ ഇതിലെല്ലാം കൂടി കടന്നു വന്നതാണ്. 2015 മുതൽ ഞാൻ ഒരു ഉഴപ്പനായിട്ട് രീതിയിൽ പോയി 10 വർഷം കൊണ്ട്. പക്ഷെ ഞാൻ വലിച്ചേക്കാൻ സിഗരറ്റ്, കുടിച്ചിരിക്കുന്ന മദ്യം, ഇതെല്ലാത്തിനും എനിക്ക് കണക്കുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ വേറൊന്നുമല്ല, നമ്മുടെ ആ ടെസ്റ്റോസ്റ്ററോൺ കുറച്ച് ആ ഒരു കാപ്പബിലിറ്റി കുറച്ചുകൊണ്ടിരിക്കണം. അതായത് നമ്മുടെ വരാൻ പോകുന്ന തലമുറയെ കാപ്പബിലിറ്റി കുറച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ കാപ്പബിലിറ്റി കുറച്ച് 0 ആയി. കാരണം പൊട്ടൻഷ്യൽ ഇല്ല, വെറുതെ ഒരു എന്താ പറയണ തലച്ചോറിന്റെ ഉള്ളിലില്ലാത്ത ഒരു അവസ്ഥ, അതായത് കോമൺ സെൻസ് ഇല്ലാത്തൊരു അവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന എല്ലാവിധ പ്രശ്നങ്ങളും ആരും നിയന്ത്രിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതൊന്നും ചോദ്യം ചെയ്യുന്നില്ല. കാരണം സിക്കായിട്ടുള്ള ഒരു സമൂഹമായിരിക്കണം ഇവിടെ വേണ്ടത്. കാരണം ആരോഗ്യമില്ലാത്ത സമൂഹമാണെങ്കിൽ അവർ പ്രതികരിക്കില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ H1B എന്ന് പറഞ്ഞ ഒരു വിസയുണ്ട് അമേരിക്ക, അതായത് പഠിപ്പുകളെ കൊണ്ടുപോകുന്ന ഒരു വിസയായിരുന്നു. അതെല്ലാം അവർ കംപ്ലീറ്റ് നിർത്തി. ഓക്കെ, നേരത്തെ $4,000 മതിയായിരുന്നു ആ വിസക്ക്. കാരണം അത് അവരുടെ ആവശ്യമായിരുന്നു, ഇന്ത്യക്കാർ അവിടെ വേണമെന്നുള്ളത്. സുന്ദർ പിച്ചൈ എല്ലാം അങ്ങനെയാണ് പോയത്, ഗൂഗിളിന്റെ എല്ലാ ആൾക്കാരും. പക്ഷെ ഇപ്പോഴുള്ള യങ്സ്റ്റേഴ്സ്, അല്ലെങ്കിൽ ഈ പറയുന്ന ജനറേഷൻ, ഇന്ത്യയിലുള്ള എല്ലാവിധ യങ്സ്റ്റേഴ്സിനെ അവർ കാണുന്നത് കോമാളികളായിട്ടാണ്. കാരണം അവർ ഫോണെല്ലാം പിടിച്ച് ഗെയിമെല്ലാം കളിച്ച് ഇങ്ങനെ വെറുതെ നടക്കുന്നു, ആരുടെങ്കിലൊക്കെ പണിയെടുത്ത് നടക്കുന്നു. അപ്പൊ അതുകൊണ്ട് അവർ $1 ലക്ഷം ആക്കി. നമ്മുടെ ആ ഒരു രാജ്യത്തിന്റെ ഏറ്റവും അസറ്റായ ആ ഒരു യങ്സ്റ്റേഴ്സിനെല്ലാം നശിപ്പിക്കാനുള്ള വഴിവെട്ടിയതും അവർ തന്നെയാണ്. അത് തന്നെയാണ് അവർക്ക് വേണ്ടത്. ഓക്കെ, യങ്സ്റ്റേഴ്സ് നശിച്ചു കഴിഞ്ഞാൽ ആ ഒരു രാജ്യം നശിച്ചു. പക്ഷെ ഇതെല്ലാം കൂട്ടുന്ന ഇവിടുത്തെ ആ ഒരു ഗവൺമെന്റ്. അപ്പൊ ഇതെല്ലാം ഞങ്ങൾ ഇല്ലാതാക്കുന്നതാണ് ഉടനെ.